C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ കുടുംബത്തിൽ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും വലുത് എന്തായിരിക്കും? അത് DK തന്നെയായിരിക്കും, നോ ഡൗട്ട്. കറക്റ്റ്. DKക്ക് എന്തെങ്കിലും ജാതകദോഷം ഉണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ആദ്യ ഭാര്യ മരിച്ചതെങ്കിലോ? ഇനിയത് ആവർത്തിക്കുമെന്നുള്ള ഭയം അമ്മയ്ക്ക് കാണില്ലേ? അത് നമ്മളോട് തുറന്നു പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? ജോൾസിന് മറ്റാരോടെങ്കിലും പറയാൻ പറ്റുമോ? അതെന്താ പറഞ്ഞാല്? ജാതകത്തിലെ ദോഷം പറയേണ്ടത് അയാളുടെ ജോലിയല്ലേ? അത് രഹസ്യമാക്കി വെക്കാമെന്ന് അമ്മയ്ക്ക് അയാള് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? മായിജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്താ? ഇതുകൊണ്ടായിരിക്കും സുപ്രിയ ആന്റിയുടെ മരണത്തിന് ശേഷം DK വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞത്? സ്ത്രീകളെ ഇഷ്ടമല്ല എന്നുള്ള മുഖപടം എടുത്തണിഞ്ഞത് ഇതുകൊണ്ടായിരിക്കും? ഏയ്, അതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ DK ഈ വിവരം അറിഞ്ഞിരിക്കണം. മണ്ടത്തരമൊക്കെ പറയുമെങ്കിലും താര ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിയാ, ഞാനത് ഓർത്തില്ല. അല്ല മായിച്ചി, അപ്പോ അങ്ങനെയാണെങ്കിൽ സുപ്രിയ ആന്റിയെ പോലെ ജ്യോതിയും എന്ന് പറഞ്ഞ ജ്യോതി മരിക്കുന്നാണോ? ഇതൊക്കെ സത്യമായിരിക്കും മായച്ചി? ആകാം, ആകാതിരിക്കാം. എനിക്ക് തോന്നിയ സംശയങ്ങളാ ഇതെല്ലാം. മായിച്ചി, അപ്പൊ ജോത്സ്യര് പറഞ്ഞതെല്ലാം അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആയിരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ജ്യോതിയുടെ കലിദോഷം എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഭജിക്കണം എന്നൊക്കെ പറഞ്ഞ എന്തിനാ? എന്തായാലും ജ്യോതിയുടെ ജാതകം വിശദമായി പരിശോധിക്കാൻ ജോത്സ്യര് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. വൈധവ്യ ദോഷം ഉണ്ടെങ്കിൽ അതിൽ കാണാതിരിക്കില്ലല്ലോ. എന്തായാലും ഇതിനകത്ത് എന്തോ വലിയൊരു രഹസ്യമുണ്ട്. അത് നമ്മൾ ആരും അറിയാതെ അമ്മ മറച്ചു പിടിക്കുന്നു. നമ്മളെന്നല്ല, DK പോലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനെന്താ ഒരു വഴി? അതിനാദ്യം DKയുടെ ജാതകം തപ്പിയെടുക്കണം. എന്നിട്ട് അതുമായി മറ്റൊരു ജോത്സ്യരെ കാണണം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? വേണ്ടതൊക്കെ അമ്മ തന്നെ ചെയ്തോളും. അതല്ല താരേച്ചി, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നമ്മുടെ ലൈഫിനെ കൂടി ബാധിക്കും. ഇനിയിപ്പോ നാളെ ജ്യോതിക്ക് എന്തെങ്കിലും സംഭവിക്കും, DK തകരുകയും ചെയ്താ ഈ കുടുംബം ഇല്ലാതായി പോവില്ലേ? അങ്ങനെ സംഭവിച്ചാ നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ പ്രതിസന്ധി നേരിടാൻ പറ്റുമെന്ന് മായിച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. ഏത് അപകടത്തിലും അവനവന്റെ സ്വന്തം ജീവൻ തന്നെ എല്ലാവർക്കും വലുത് അല്ലേ മായച്ചി? അതെ. അങ്ങനെ ഒരു തകർച്ച സംഭവിക്കുമെന്ന് തോന്നിയാ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കണം. നമ്മുടെ ജീവിതം നോക്കണം. വരട്ടെ മായച്ചി, ആദ്യം നമുക്ക് ആ ജോത്സ്യരെ കണ്ട് ഇതിന്റെ സത്യസ്ഥിതി എന്താന്ന് മനസ്സിലാക്കാം. മായച്ചി സംശയിച്ചതൊക്കെ ശരിയാണോന്ന് നമുക്കറിയണമല്ലോ. ആദ്യം അമ്മയ്ക്കും ജോത്സ്യനും ഇടയിലുള്ള ആ രഹസ്യം എന്താന്ന് അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.